ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേമയും അരവിന്ദനും ശ്രേയയെ കാണാൻ വേണ്ടി ഓഫീസിലെത്തുകയാണ്. അപ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹേമ പറയാണ്, എനിക്കൊന്നും അറിയില്ല ആകാശ്, അരവിന്ദ് എന്തോ ഒരു ഫോം ഫില്ല് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയട്ടോ. അങ്ങനെ ഹേമയും അരവിന്ദനും ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലാണ്. ഹേമയും അരവിന്ദനും ശ്രേയയോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞ ശേഷം അരവിന്ദനോട് പുറത്തിറങ്ങി നിൽക്കാൻ പറയാണ്. അങ്ങനെ ഹേമയും ശ്രേയയും തനിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ ആകാശുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞ ഹേമ ശ്രേയയോട് അക്കാര്യം പറയുകയാണ്. നീയും എൻ്റെ മോനും ഇഷ്ടത്തിലായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോൾ ശ്രേയ ചോദിക്കുകയാണ്, അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അത് അറിഞ്ഞത് ഇതുവഴിയാണ് എന്ന് പറഞ്ഞ് കത്തിയ ഡയറി എടുത്ത് കൊടുക്കുകയാണ്. ആ ഡയറിയിൽ എഴുതിയ വാക്കുകൾ ശ്രേയ കണ്ടപ്പോൾ ശ്രേയയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ശ്രേയ ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് കത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഹേമ പറയാണ്, ഇത് ആകാശ് തന്നെയാണ് കത്തിച്ചത്. ആകാശ്, ഇനി നിൻ്റെ ഒരു ഓർമ്മകളും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചാരുവിൻ്റെ മുന്നിൽ വെച്ചാണ് ഇത് കത്തിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ശ്രേയയ്ക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. ശ്രേയ സങ്കടത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഹേമ പറയാണ്, ദൈവം എന്തിനാണാവോ നിങ്ങളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തത്? നീയാണ് എൻ്റെ മരുമകളായി എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നെങ്കിൽ എൻ്റെ വീട് തന്നെ പ്രകാശമായേനെ. നീയും എൻ്റെ മോനുമാണ് ഒന്നിക്കേണ്ടിയിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, വിധി ആ ചാരുവിനെയാണ് എൻ്റെ ആകാശിൻ്റെ തലയിൽ കെട്ടിവെച്ചത്. ഒരിക്കലും അവളെ ഞാൻ മരുമകളായി കാണുകയില്ല. നീ തന്നെയാണ് എൻ്റെ ആകാശിൻ്റെ ഭാര്യയായി വരേണ്ടത്. അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്തോളാം. ആകാശിൻ്റെ ഭാര്യയായി നീ തന്നെയാണ് അവിടേക്ക് വരേണ്ടത്. എൻ്റെ മകൻ്റെ ഭാര്യയായി ചാരുവിനെ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. ചാരുവിനെ ആ വീട്ടിൽ നിന്നും എത്രയും പെട്ടെന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും. എന്നിട്ട് എൻ്റെ ആകാശിനെ കൊണ്ട് രണ്ടാമതൊരു വിവാഹം ഞാൻ കഴിപ്പിക്കുകയും ചെയ്യും. ആ രണ്ടാമത്തെ വിവാഹം നീയുമായിട്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും എനിക്കൊരു മടിയുമില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ ശ്രേയയ്ക്ക് തന്നെ അതിശയം വരികയാണ്. അപ്പോൾ എന്നോടൊപ്പം നിൽക്കാൻ ഒരാൾ കൂടി കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ് ശ്രേയ. ഈ സമയം ചാരു ഹേമ പറഞ്ഞ വാക്കുകൾ സഹിക്കാൻ കഴിയാതെ കയ്യിലിട്ട ആകാശ് ഇട്ട് കൊടുത്ത ആ മൈലാഞ്ചി കഴുകി കളയാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അത് കണ്ടും കൊണ്ടാണ് അവിടേക്ക് ബാലൻ വരുന്നത്. എന്നിട്ട് ബാലൻ തടയുകയാണ്. മോളെ ചാരു, നീ എന്താണ് ഈ കാണിക്കുന്നത്? നിന്റെ ഭർത്താവ് ആഗ്രഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിന്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് തന്നിട്ട് അത് നീ കഴുകി കളയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹേമ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടാണോ? നിനക്കറിയാവുന്നതല്ലേ ഹേമയുടെ സ്വഭാവം എന്താണെന്നുള്ളത്. അവൾ ഇതല്ല ഇതിലപ്പുറവും പറയും. അത് കേട്ട് നീ എന്തിനാണ് അവളുടെ വാക്കിന് വില കൊടുത്ത് നിന്റെ കയ്യിൽ നിന്റെ ഭർത്താവ് ഇട്ട് തന്ന മൈലാഞ്ചി കളയുന്നത്? അതിൻ്റെ ഒരു ആവശ്യവുമല്ല. ഇത്രയും കാലം നീ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലേ ജീവിച്ചത്? ഇനിയെങ്കിലും മോളെ നിനക്ക് വേണ്ടി ഒന്ന് ജീവിക്കാൻ നോക്ക്. അല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇതുപോലെ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പലരും ഉണ്ടാവും. അതൊക്കെ നീ ഇങ്ങനെ ചെവി കൊള്ളാൻ നിന്നാൽ നിന്റെ ജീവിതം എവിടെയും എത്തിച്ചേരില്ല. അതുകൊണ്ട് നീ ഇനി മുതലെങ്കിലും നിനക്ക് വേണ്ടി ഒന്ന് ജീവിക്കും മോളെ എന്നൊക്കെ ബാലൻ ചാരുവിനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ ബാലൻ പോയി കഴിഞ്ഞ ശേഷം ചാരു കയ്യിലേക്ക് നോക്കുകയാണ്. അപ്പോൾ ആകാശ് ഇട്ട് തന്ന ആ മൈലാഞ്ചി കഴുകി കളയാൻ ചാരുവിന് നല്ല സങ്കടത്തോടു കൂടിയാണ് കഴുകാൻ വേണ്ടി നോക്കുന്നത്. അങ്ങനെ ബാലൻ പറഞ്ഞ ആ വാക്കുകൾ കേട്ടപ്പോൾ ചാരു പിന്നെ മൈലാഞ്ചി കഴുകാതെ അകത്തേക്ക് പോവാണ്. ഈ സമയം ശ്രേയയോട് പറയാണ്, നീ ഒന്ന് ചിന്തിക്കേ ശ്രേയ, നീ എൻ്റെ ആകാശിൻ്റെ ഭാര്യയായി വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. നീ ഒന്ന് ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഹേമയും അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഹേമ തിരിച്ചു പോകുന്ന സമയത്ത് ശ്രേയയുടെ കയ്യിലുള്ള ആകാശ് എഴുതിയ ആ ഡയറി ചോദിക്കുകയാണ്. ആ ഡയറി ഇങ്ങ് തിരിച്ചു തന്നേക്ക് എന്ന് പറഞ്ഞപ്പോൾ ശ്രേയ പറയണേ, എന്തിനാണ് നിങ്ങൾക്ക് ഈ ഡയറി? ഇത് ഞാൻ തന്നെ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട, ഈ ഡയറി ഞാൻ സൂക്ഷിക്കുന്നതാണ് നല്ലത്. ഇത് എനിക്കൊരു കച്ചിത്തുരുമ്പാണ്. ചാരുവിനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ, ആകാശിൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ പുറത്താക്കാൻ എനിക്ക് ഈ ഡയറി കൊണ്ട് സാധിക്കും. അതിനുവേണ്ടി ഈ ഡയറി എൻ്റെ കയ്യിലിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് ആ ഡയറിയുമായിട്ടാണ് ഹേമ തിരിച്ചു പോകുന്നത്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഹേമ പോകുന്നത്. അങ്ങനെ അരവിന്ദനെയും കൂട്ടി ഓഫീസിൽ നിന്നും ഹേമ പോവുകയാണ്. അപ്പോൾ ആകാശിന് ഒരു മൈൻഡ് പോലും ചെയ്യാതെയാണ് അരവിന്ദനും ഹേമയും അവിടെ നിന്നും പോകുന്നത്. അപ്പോഴാണ് ആകാശിൻ്റെ കയ്യിൽ നിന്നും ബൈക്കിൻ്റെ ചാവി വാങ്ങിയ വിജയൻ വരുന്നത്. അപ്പോൾ വിജയൻ്റെ കയ്യിലാണെങ്കിൽ വിരലിൽ നാരങ്ങയും ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ നാരങ്ങ കെട്ടിവെച്ചത് കണ്ടപ്പോൾ ആകാശിന് ഈ ചാവി കൊടുക്കുന്ന സമയത്ത് രാമേന്ദ്രൻ സാറ് ചോദിക്കുകയാണ്, അല്ല നീ പുറത്തേക്ക് പോകുമ്പോൾ നിൻ്റെ കൈക്ക് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോൾ എന്ത് പറ്റി വിജയ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സൗമ്യം ചോദിക്കുകയാണ്, എന്ത് പറ്റി എന്നിപ്പോൾ കൈക്ക് എന്താണ് പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴാണ് വിജയൻ കാര്യം പറയുന്നത്. അതോ എന്നോട് ശ്രേയ മേഡം ഒരാഴ്ചത്തെ ഫയല് ഇപ്പം തന്നെ റെഡിയാക്കി ടേബിളിൽ എത്തിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് ഒരാഴ്ച ഫയലുകളെല്ലാം റെഡിയാക്കി ഞാൻ മേഡത്തിൻ്റെ മുന്നിൽ കൊണ്ടുചെല്ലാം? എന്നെക്കൊണ്ട് കഴിയില്ല. അപ്പോൾ മേഡത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ നാരങ്ങ എൻ്റെ ചൂണ്ടുവിരലിൽ കെട്ടിവെച്ചിരിക്കുന്നത്. മേഡം എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കൈക്ക് സുഖമില്ല
എന്ന് പറയാലോ, അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെന്ന് പറയട്ടോ. അപ്പോഴാണ് അവിടേക്ക് മുരുകൻ വരുന്നത്. അപ്പോൾ രാമേന്ദ്രൻ പറയണേ, മിണ്ടാതിരുന്നോ, ആ വരുന്നു ഒറ്റുകാരൻ, ഇതെല്ലാം തന്നെ പോയി പറഞ്ഞു കൊടുക്കും, അതിലും ഭേദം മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയണേ. അങ്ങനെ മുരുകൻ അടുത്തേക്ക് വരണം. എന്നിട്ട് അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന് ഫയൽ കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാമേന്ദ്രൻ പറയണേ, ഇവിടെ ഇപ്പോൾ മേഡത്തെ മാത്രം പേടിച്ചാൽ പോരാ, മേഡത്തിൻ്റെ പിയൂണിനെയും പേടിക്കണം. ഇതൊക്കെ ഓർത്തിട്ട് രാത്രിയിൽ ഉറക്കം പോലും കിട്ടുന്നില്ല. അപ്പോൾ ആകാശ് പറയണേ, എന്തിനാണ് പിയൂണിനെയും ഓഫീസിലെ കാര്യങ്ങളൊക്കെ രാത്രിയിൽ ആലോചിക്കുന്നത്? അത് പിന്നെ ആകാശ്, നിന്റെ പോലെ കല്യാണം കഴിഞ്ഞ് പുതുമുടിയൊന്നുമല്ലല്ലോ ഞാൻ, പിന്നെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനല്ലേ എനിക്കിപ്പോൾ നേരമുണ്ടാവൂ. അപ്പോൾ ആകാശ് അങ്ങ് പുഞ്ചിരിക്കുകയാണ്. ഈ സാറിന് വേറെ ഒരു പണിയുമില്ലേ? ആകാശേ, നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടല്ലേ ഞാനും ഇവിടെ വരെ എത്തിയത്. നീ ഇന്ന് രാവിലെ നിന്റെ ചാരുവിൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുത്തില്ലേ? അത് കേട്ടപ്പോൾ ആകാശ് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എങ്ങനെ സാറിനത് മനസ്സിലായി? അപ്പോൾ രാമേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയണം, ആകാശേ, നിന്റെ കയ്യിലേക്കൊന്ന് നോക്ക്, നീ മൈലാഞ്ചി ചാരുവിൻ്റെ കയ്യിൽ ഇട്ട് കൊടുത്തത് അടയാളമായി നിന്റെ വിരലുകളൊക്കെ ചുവന്നിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോഴാണ് ആകാശ് വിരലുകളൊക്കെ നോക്കുന്നത്. അപ്പോൾ ഒന്ന് പോ രാമേന്ദ്രൻ സാറേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോവാട്ടോ. അപ്പോൾ രാമേന്ദ്രൻ പറയണേ, എവിടേക്കാണാവോ പോകുന്നത്? ചാരുവിന് ഫോൺ വിളിക്കാനാണോ? ആ അതെ സാർ, ആ പോയി വിളിക്ക്, രണ്ടുപേരും ആസ്വദിച്ച് സന്തോഷത്തോടു കൂടി സംസാരിക്കുക എന്നൊക്കെ പറയാണ്. അങ്ങനെ ആകാശ് ചാരുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ചാരു ആണെങ്കിൽ കയ്യിലുള്ള മൈലാഞ്ചി കഴുകിയിട്ടില്ല, ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആകാശിൻ്റെ ഫോൺ വരുന്നത്. അപ്പോൾ ചാരു, എന്തിനാണാവോ അക്കുചേട്ടൻ ഇപ്പോൾ വിളിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടാകുമോ എന്നുള്ള വെപ്രാളത്തിലാണ്. എന്നിട്ട് വെപ്രാളം പിടിച്ചുകൊണ്ട് ഫോണൊന്നും ഓണാക്കാനും കഴിയുന്നില്ല, കയ്യിലാണെങ്കിലും മൈലാഞ്ചി ഉള്ളത് കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എങ്ങനെയൊക്കെയോ അങ്ങ് ഫോൺ ഓണാക്കുകയാണ്. എന്നിട്ട് സ്പീക്കറിലിടുകയാണ്. എന്നിട്ട്, എന്തിനാണ് അക്കുചേട്ടാ ഇപ്പോൾ വിളിച്ചത്? ഞാൻ വിളിച്ചതോ, നിൻ്റെ കയ്യിലുള്ള മൈലാഞ്ചി എന്തായി, അത് ചുവന്നോ എന്ന് ചോദിക്കും. അതിന് ഞാൻ ഇതുവരെയും അക്കുചേട്ടാ മൈലാഞ്ചി കഴുകിയിട്ടില്ല. അതെന്താ നീ കഴുകാത്തത്? നീ പോയി കഴുക്, അതെന്തിനാ ഇത്ര ധൃതി? അല്ല, ചുവന്നത് എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചുവന്നത് ഇപ്പോൾ ചിലപ്പോൾ ചുവന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ചുവന്നിട്ടുണ്ടാവില്ല, അതിനെന്തിനാ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി അക്കുചേട്ടൻ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അത് നിനക്ക് അറിയാഞ്ഞിട്ടാണ്. മൈലാഞ്ചി നല്ല ചുവപ്പുണ്ടെങ്കിൽ ഞാനും നീയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രമാത്രം അധികം മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ തമ്മിൽ എന്തുമാത്രം സ്നേഹമുണ്ട് എന്നൊക്കെയാണ് അതിന് അർത്ഥം. അപ്പോൾ മൈലാഞ്ചി വെറുതെ ഒരു ഇലയല്ല, അതിന് കുറച്ച് ഗുണങ്ങളും അതിന് കുറച്ച് മഹത്വവുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. നീ പോയി അത് കഴുകി വാ, എന്നിട്ട് നിൻ്റെ കയ്യിലുള്ള മൈലാഞ്ചി എന്തുമാത്രം ചുവന്നിട്ടുണ്ട് എന്ന് എന്നോട് പറ. അത് കുങ്കുമപ്പൂ പോലെ നല്ലതുപോലെ ചുവന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നോട് അത്രമാത്രം കരുതലും സ്നേഹവും ഉണ്ട് എന്നാണ് അതിനർത്ഥം. തിരിച്ച് എനിക്കും അതുപോലെ തന്നെയാണ്. നീ പെട്ടെന്ന് പോയി ചാരു കൈ കഴുകി വാ, എന്നിട്ട് എനിക്ക് വീഡിയോ കോളിൽ വിളിക്കുക എന്ന് പറയട്ടോ. അങ്ങനെ ചാരു കൈ കഴുകി വരികയാണ്. അപ്പോൾ ഒപ്പം അനുവും കൂടി വരിക കേട്ടോ. എന്നിട്ട്, എന്തായി, നിൻ്റെ കൈ ചുവന്നോ എന്ന് ആകാശ് വീഡിയോ കോളിൽ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അക്കുചേട്ടാ. അപ്പോൾ ചാരുവിന് പകരം അനുവിൻ്റെ കൈ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അത് കണ്ടപ്പോൾ കയ്യിൽ ഒട്ടും തന്നെ ചുവക്കാത്തത് കണ്ടപ്പോൾ ആകാശിന് വല്ലാത്ത വിഷമം വരികയാണ്. അപ്പോൾ ആകാശ് പറയണ, കൈ നന്നായിട്ട് തന്നെ ചുവന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്നോട് അത്രയും കരുതലും സ്നേഹവും ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം എന്നൊക്കെയാണ് കേട്ടോ ആകാശ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കൈ ഒട്ടും തന്നെ ചുവന്നിട്ടില്ല എന്ന് കാണുമ്പോൾ ആകാശിന് ഒരുപാട് വിഷമാവുകയാണ്. അപ്പോൾ ആകാശ് സങ്കടത്തോട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്നാണ് അനു ഫോൺ വാങ്ങണേ. എന്നിട്ട് പറയണേ, എന്തു പറ്റി ആകാശ് ഏട്ടാ, ഏട്ടത്തിയുടെ കൈ ചോന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നീ ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത്? ഞാനും ഉണ്ട് ഏട്ടത്തിയോടൊപ്പം. ആകാശ് ഏട്ടൻ ഇപ്പോൾ കണ്ട കൈയെ അത് ഏട്ടത്തിയുടെ കൈയല്ല, എൻ്റെ കൈയാണ്. അപ്പോൾ ആകാശ്, അത് എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലാവാനാണ്? എന്നിട്ടാണോ ഇങ്ങനെ വിഷമിച്ചിരുന്നത്? ആകാശ് ഏട്ടന് മനസ്സിലായിട്ടില്ല. ഏട്ടത്തിയുടെ കൈ ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ചാരുവിൻ്റെ കൈ അങ്ങ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ചാരുവിൻ്റെ കൈ നന്നായിട്ട് തന്നെ ചുവന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ആകാശിന് ഒരുപാട് സന്തോഷമാവുകയാണ്. അപ്പോൾ എൻ്റെ ചാരുവിന് എന്നോട് അത്രമാത്രം സ്നേഹവും കരുതലും ഉണ്ട് എന്ന് ആകാശിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ആകാശ് സന്തോഷം കൊണ്ട് അനുവിനോട് പറയണേ, നീ എന്നെ പറ്റിച്ചതിന് ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് വരുമ്പോൾ നിനക്ക് നല്ലത് തരുന്നുണ്ട് എന്ന് പറയട്ടെ. അങ്ങനെ അനു നീ കഴിഞ്ഞ ശേഷം ചാരുവും ആകാശും ഒരുപാട് നേരം ഫോണിൽ സംസാരിക്കുകയാണ് സന്തോഷത്തോടു കൂടി. ഈ സമയം ശ്രേയാണെങ്കിലോ ഹേമ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസമാധാനമില്ലാതെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ആകാശ് ആ ഡയറി കത്തിച്ചു എന്ന് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വല്ലാതെ വിഷമിക്കുകയാണ്. അങ്ങനെ ശ്രേയ ആകാശും മൊത്ത് ചെലവിട്ട ആ സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. ആകാശ് ശ്രേയയെ കാണാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ആകാശ് ശ്രേയയോടൊപ്പം ചേർന്ന് ചെലവാക്കിയ ആ നിമിഷത്തെക്കുറിച്ച് ആകാശും ശ്രേയയും കൂടി ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ശ്രേയയുടെ മടിയിൽ കിടന്ന് ആകാശ് ഫ്രൂട്ട്സുകൾ കഴിച്ചതും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ശ്രേയ ആകാശിനോട് ചോദിക്കുകയാണ്, അല്ല നീ എന്നെ കാണാൻ വേണ്ടിയതല്ലേ, എന്നിട്ട് നീ എനിക്ക് വേണ്ടി എന്താണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ ആകാശ് പറയണേ, ഞാൻ എനിക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അല്ല നിൻ്റെ ബാഗ് എവിടെ? ബാഗ്
ബാഗ് എടുത്ത് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അതിലൊന്നുമില്ല, അതിൽ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ടാവും, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയട്ടെ. അപ്പോഴാണ് ആകാശിൻ്റെ ആ ബാഗിൽ നിന്നും ഈ ഡയറി കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഡയറി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആകാശ് അങ്ങ് എണീക്കുകയാണ്. അയ്യോ, ആ ഡയറി നീ വായിക്കല്ലേ? അതെന്താ, എനിക്കെന്താ വായിക്കാൻ പറ്റില്ല? അപ്പം നീ ഡയറി എഴുതുന്നുണ്ടല്ലേ ഞാനറിയാതെ? അത് നീ വായിക്കരുത്, കാരണം എന്നെയും നിന്നെയും കുറിച്ചുള്ളതാണ് ഞാൻ അതിൽ എഴുതിയിട്ടുള്ളത്. അത് നീ വായിക്കേണ്ട, അത് ആരും വായിക്കരുത്, അത് ഞാൻ മാത്രം മതി അറിയൽ. അത് പറ്റില്ല, എനിക്കിത് വായിക്കണം എന്ന് പറഞ്ഞു അത് വായിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആകാശ് തടയുകയാണ്. വേണ്ട, നീ ഇത് വായിക്കേണ്ട, ഇത് എൻ്റെ ആത്മാവാണ് ഞാൻ ഇതിൽ എഴുതിയിട്ടുള്ളത്, എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്, എന്നെയും നിന്നെയും കുറിച്ചുള്ളതും നമ്മുടെ വരാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ചും അങ്ങനെ എല്ലാ കാര്യവുമുണ്ട്, ഇത് നീ ഇപ്പോൾ വായിക്കരുത് എന്ന് പറഞ്ഞ് ആകാശ് അത് വാങ്ങിച്ച് അത് ബാഗിലേക്ക് തന്നെ വെക്കാൻ കേട്ടോ. അപ്പോൾ ശ്രേയയെക്കുറിച്ചും ആകാശിനെ കുറിച്ചുമാണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ കേട്ടപ്പോൾ ശ്രേയക്ക് ആകാശിനോട് വല്ലാത്ത സ്നേഹം തോന്നാണ്. അങ്ങനെ ആകാശിന് ഉമ്മ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആകാശ് പറയാണ്, ഇപ്പോഴാണ് ഞാൻ ഇവിടേക്ക് വന്നതിന് ഒരു അർത്ഥമായത്, ഇപ്പോൾ എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിട്ടപ്പോൾ ആകാശിനെ ചേർത്ത് പിടിച്ച് തല വെച്ച് കിടക്കുകയാണ്. സന്തോഷത്തോടു കൂടി ശ്രേയയും ആകാശും ഒരുമിച്ച് ചിലവഴിച്ച് അതിനെക്കുറിച്ച് ആ നിമിഷങ്ങളെക്കുറിച്ച് ശ്രേയ ഇങ്ങനെ ആലോചിക്കുകയാണ്. പെട്ടെന്നാണ് ശ്രേയ അങ്ങ് ഞെട്ടുന്നത്. ആകാശ്, നീ ആ ഡയറിയെക്കുറിച്ച് എൻ്റെ ആത്മാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ അത് കത്തിച്ചുല്ലേ? നീ എൻ്റെ സ്നേഹത്തെ അത്രയ്ക്ക് വിലയല്ലേ നീ കണ്ടുള്ളൂ? അപ്പോൾ നീ ആ ഡയറി കത്തിക്കാൻ മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നീ എന്നെ പോലും കത്തിക്കാൻ, എൻ്റെ പ്രണയത്തെ പോലും നീ കത്തിക്കാൻ ഒരു മടിയും കാണിച്ചില്ല. അപ്പോൾ നീ എന്നെ ഇനി കത്തിക്കാൻ പോലും മടിയില്ല എന്നല്ലേ അതിനർത്ഥം? അങ്ങനെ നിന്നെ ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആകാശ്. നീയും ചാരുവും ഇനി ഒരിക്കലും സന്തോഷത്തോടു കൂടി ജീവിക്കില്ല. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പ്രണയിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് നീ ആ ഡയറിയിൽ എഴുതിയത്. അത് നീ കത്തിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നീ എന്നെ എത്രമാത്രം അധികം ഇപ്പോൾ മറന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് നിന്നെ ഞാൻ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആകാശ്. നീ ഈ ഡയറി, നിന്നെ ആത്മാവാണെന്നും പറഞ്ഞ് എഴുതിയ ഈ ഡയറി നീ കത്തിക്കാൻ ഒരുങ്ങിയതിന് നിന്നെ കൊണ്ട് ഞാൻ കരയിപ്പിക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആകാശിൻ്റെ അടുത്തേക്ക് പുറത്തേക്ക് ശ്രേയ അങ്ങ് ചെല്ലുകയാണ്. അപ്പോഴാണ് ആകാശ് ചാരുവുമൊത്ത് ഫോണിൽ സംസാരിക്കുന്നത് ശ്രേയ കാണുന്നത്. അപ്പോൾ ശ്രേയക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ശ്രേയ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് അങ്ങ് പോവുകയാണ്. അപ്പോൾ സൗമ്യയും രാമേന്ദ്രനും പറയണേ, എന്താണാവോ മേഡം ഒന്നും മിണ്ടിയില്ലല്ലോ, ഒന്നും മിണ്ടാതെയാണല്ലോ പോയത്, എന്താണാവോ അവരുടെ ഉദ്ദേശം? അപ്പോൾ സൗമ്യ പറയണേ, ഞാൻ ചോദിക്കാം എന്താണെന്നുള്ളത്, രാമേന്ദ്രൻ സാറിന് അറിയാനാണെന്നുള്ളത് പറഞ്ഞോളൂ. അയ്യോ സൗമ്യ, ചതിക്കല്ലേ, ഞാൻ നിന്നോട് വെറുതെ ചോദിച്ചതാണ്, നീ വിട്ടേക്ക്, നീ നിൻ്റെ ജോലി ചെയ്തോ, ഞാൻ എൻ്റെ ജോലിയും ചെയ്തോളാം എന്ന് പറയണേ. അങ്ങനെ ശ്രേയ പുറത്തേക്ക് ഇറങ്ങി. ഒപ്പം തന്നെ മുരുകനും ചെല്ലുകയാണ്. എന്നിട്ട് ഡ്രൈവറുടെ കയ്യിൽ നിന്നും ചാവി ശ്രേയ വാങ്ങിക്കുകയാണ്. എന്നിട്ട് മുരുകനോട് പറയണേ, ആകാശിനോട് ഇവിടേക്ക് വരാൻ പറ, ഞാൻ വിളിക്കുന്നുണ്ട്, ചെന്ന് പറഞ്ഞേക്ക് ഇവിടേക്ക് വരാൻ പറ എന്ന് പറയുമ്പോൾ മുരുകൻ ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലണം. അപ്പോൾ ആകാശ് ചാരുവും ഒത്ത് സംസാരിക്കുകയാണ്. അങ്ങനെ മുരുകൻ ചെന്ന് പറയാണ്, നിങ്ങളെ ശ്രേയ മാഡം വിളിക്കുന്നുണ്ട് സാർ, അവിടേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്തിനാണ്? അറിയില്ല, നിങ്ങളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മുരുകൻ ആകാശിനെയും കൂട്ടി ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലാണ്. അപ്പോൾ ആകാശ് ഫോണ് കട്ടാക്കുകയാണ്. ചാരുവിനോട് പറയാണ്, എനിക്കെന്തോ ജോലിയുണ്ട്, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ്. അങ്ങനെ ശ്രേയയുടെ അടുത്തേക്ക് ആകാശ് ചെല്ലുകയാണ്. അപ്പോൾ ആകാശിൻ്റെ നേരെ ഈ ചാവി അങ്ങ് കൊടുക്കുകയാണ്, നീ ഡ്രൈവ് ചെയ്യ് എന്ന് പറയട്ടോ. അങ്ങനെ ശ്രേയയും ആകാശും കൂടി കാറിൽ തനിച്ചു പോവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.